ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണുന്നത് ലൂർദ് മാതാവിൻ്റെ പള്ളിയും ആ പരിസരവുമാണ്. എപ്പോഴും ഒരു വർഷം മുഴുവനും ഇവിടെ ജനങ്ങൾ തിരക്കാണ് എപ്പോഴും. ഇപ്പോൾ സെപ്റ്റംബർ മാസം അവസാനത്തെ വീക്കാണ്. ഇവിടെ മനോഹരമായി പള്ളിയിൽ നമുക്കറിയാം, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് നിരവധി ജനങ്ങളാണ് ഇങ്ങോട്ട് വരുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഒത്തിരി അസുഖമുള്ളവർ, ശാരീരികമായ പ്രോബ്ലംസ് ഉള്ളവരൊക്കെ കാണുന്നത് അവിടുന്ന് ആ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം എടുക്കുന്നതാണ്. അത് ഓൾറെഡി ബ്ലെസ്ഡ് വാട്ടർ ആയിട്ടാണ് കാണുന്നത്. അതിനെ ആ വെള്ളം ആൾക്കാർ കുപ്പിയിൽ ശേഖരിച്ച് കൊണ്ടുപോയി അത് നമ്മളുടെ ഭവനത്തിലും മറ്റു വയ്യാതിരിക്കുന്നവർക്കൊക്കെ അത് കൊടുക്കാറുണ്ട്. നമ്മൾ ഇതിൻ്റെ ചുറ്റിനും നമുക്ക് കാണാൻ ഒരു പവിത്രമായൊരു അന്തരീക്ഷമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നല്ല കാലാവസ്ഥയായതുകൊണ്ട് ഇത് രാവിലെ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന രാവിലെ ഒരു 10:30-11 മണിയോട് കൂടിയാണ്. നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പുറത്ത് കാണുന്നതൊക്കെ ഒരു പള്ളിയാണ്, ബെനഡിക്റ്റിൻ്റെ തന്നെ സെൻറ്റ് ബെർണഡിത്തയുടെ പള്ളി അവിടെയുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ ഇത് നമ്മുടെ മെയിൻ ഗ്രോട്ടോ നമുക്കറിയാം. ഇവിടെയാണ് പരിശുദ്ധ മാതാവ് ബെനഡിക്റ്റയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതും അവിടെ ഉറവയുള്ളതൊക്കെ നമുക്കറിയാം. തൊട്ട് ഓപ്പോസിറ്റ് ജസ്റ്റ് ഇവിടെ ഒരു റിവറുണ്ട്. നമുക്കിപ്പോൾ ആ ഉറവ നമുക്കവിടെ ഒരു കവർ ചെയ്തുകൊണ്ട് അവർ നല്ലപോലെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. നിരന്തരമായിട്ട് അതിൽ നിന്ന് ഇപ്പോഴും ഈ വെള്ളമാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അപ്പുറത്ത് രണ്ട് സൈഡിലും രണ്ട് സൈഡിൽ നീളത്തിൽ പൈപ്പ് കൊണ്ട് നമുക്ക് ആ വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും. ഇത് കുർബാനയ്ക്ക് ശേഷമാണ്. ഇവിടെ നമുക്ക് ഗ്രോട്ടൽ കുർബാന ഉണ്ട്. കുർബാനയ്ക്ക് ശേഷം നടന്ന് ആ വെള്ളമാണ് കാണുന്നത്. ആ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് കുർബാന ഉടനീളം ആ സൗണ്ട്, വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കാമായിരുന്നു. ആക്ച്വലി എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പിന്നീട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് ഉറവിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ വെച്ചാണ്. അവിടെ അടയാളമായിട്ട് ഒരു ഉറവ പ്രത്യക്ഷപ്പെടുകയും 1858 സംഭവിക്കുകയും 1862 നമ്മുടെ കത്തോലിക്ക സഭ ഇതിനെ വേണ്ട രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നീട് ഒത്തിരി പഠനം നടന്നതിൻ്റെ പേരിൽ വെച്ചിട്ട് പൂർണ്ണമായിട്ട് അതിനെ അംഗീകരിക്കുകയും ചെയ്തു സഭാ പഠനം അനുസരിച്ച്. ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും നിരവധി ജനങ്ങൾ. അപ്പോൾ എല്ലാവരും ഇന്ന് ഈ ക്യൂ ആയിട്ട് നടന്നു പോകുമ്പോൾ, നിശബ്ദമായി നടന്നു പോകുമ്പോൾ ഈ പാറയിൽ എല്ലാവരും കഴിഞ്ഞ് തൊട്ട് അതാണ് പാറയിൽ തൊട്ട് നല്ല പരിക്കൻ പാറയൊക്കെ നല്ല മിനുസമുള്ളതായിട്ട് മാറി. ഞാനും ഫാദർ റൊമൈൻ എന്ന് പറയുന്ന ഒരു കാർപ്പലിത്ത അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നപ്പം എല്ലാവരും തൊടുമ്പോൾ ആ പാറയിൽ തൊടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മിനുസമുണ്ട്. ഇടയ്ക്കുന്നൊക്കെ വെള്ളം വരുന്നത് കണ്ടോ. അതിന് തൊട്ട് പോകുമ്പോൾ ഉറവയിൽ നിന്ന് വെള്ളം നമുക്ക് അവിടെ ഞാൻ അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. അതും ഉറവയുടെ ചെറിയ ഭാഗമാണ്. അവിടെ വെള്ളം പൊഴിഞ്ഞ് വന്നിട്ട് അതാണ് കാണുന്നത്. കണ്ട ശേഷം ഞാൻ പിന്നെ അവിടെ കുറച്ച് നേരെ നടന്നു പോയി അവിടെ കുളിക്കുവാനുള്ള ഒരു ഇതേ പവിത്രമായി ഉറവിൽ നിന്ന് വെള്ളം കൊണ്ട് കുളിക്കാൻ സാധിക്കുന്നത്. ഒരു പാലം കഴിഞ്ഞ നേരം ഓപ്പോസിറ്റ് വരുമ്പോഴുള്ള വീഡിയോ ആണ് കാണുന്നത്. ആ ഒരു ചെറിയ നല്ല റിവറാണ്, മനോഹരമായ അടുത്തിട്ട് കാണാൻ പറ്റുന്ന നല്ല മനോഹരമായ റിവർ. ഒരു മാലിന്യവും ഇല്ലാതെ ഒരു താറാവുകളുടെ ഉണ്ടായിരുന്നു. നല്ലൊരു കാഴ്ചയാണ്. ക്ലൈമറ്റ് സൂപ്പർ. നമുക്ക് ഇറങ്ങാൻ പാടില്ല, അവിടെ പ്രൊഹിബിറ്റഡാണ്. ഇവിടെ തിരികെത്തിക്കാനായിട്ട് പ്രത്യേക ഓപ്പോസിറ്റാണ്, ഗ്രോട്ടയുടെ ഓപ്പോസിറ്റാണ് തിരികെത്തിക്കുവാനുള്ള സ്ഥലം. തിരികൾ പല ഓർഡർ അനുസരിച്ച് ഒരു സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുപോലും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. തിരികെ കത്തിച്ച് അത് ഉരുകി നിലത്തും വിടാതിരിക്കുന്നു. കാറ്റൊന്നും കെടുത്താതിരിക്കാൻ രണ്ട് സൈഡിലും ഗ്ലാസ് ഒക്കെ ഉണ്ട്. ആ കാണുന്ന കൂടാരം എന്ന് പറയുന്നത് യുവക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടാരമാണത്. ഈ ജുവൻതൂത് അല്ലെങ്കിൽ യോവാസ് എന്ന് പറഞ്ഞാൽ യങ്സ്റ്റേഴ്സിനുണ്ടുള്ള നല്ല മൈതാനം. ആ കാണുന്നത് കോൺവെൻറ്റും അവിടെ അടുത്ത് തന്നെ ഒരു കർമ്മലൈറ്റ്സ് കോൺവെൻറ്റും ഉണ്ട്. നമ്മുടെ ഒരു മലയാളി സിസ്റ്റർ അവിടെ ഉണ്ട്, ഞാൻ പോയി കണ്ടിരുന്നു. ഈ കാണുന്നതൊക്കെ പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണിത്. ഇതൊക്കെ നേരെ നടന്നിട്ട് പോകുമ്പോൾ ഈ സൈഡ്, അതായത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ഗ്രോട്ടയിൽ അവിടെ ബെർണഡിത്തയുടെ പേരിലുള്ള പള്ളിയുണ്ട്. 2 പള്ളികളുണ്ട്, മനോഹരമായ വലിയ പള്ളികളുണ്ട്. ഇത് തിരികൾ പോലും പല സെഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, തിരികൾ കത്തിക്കുന്നത് പോലും പല സെഷനായിട്ട് വലിയ നല്ല ജമണ്ടൻ തിരികളൊക്കെ ഉണ്ട് അവിടെ പോയി കുറച്ച് നേരം കണ്ടു. വളരെ നല്ലൊരു അനുഭവമാണത്. നമ്മളിപ്പോൾ വരുമ്പോഴൊക്കെ തീർച്ചയായിട്ടും കൂടുതൽ കാണുന്നത് ഇന്ത്യൻസ് ഉണ്ട്, ഏഷ്യൻസാണ് കൂടുതലിവിടെ വരുന്നത്. അവിടെ ശ്രീലങ്കയിൽ നിന്ന് വരുന്നുണ്ട്, മലയാളികളുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഓപ്പോസിറ്റ് നല്ല വ്യൂ ആണ്. മീൻസ് ഇപ്പുറത്ത്, അതായത് ഈ ഗ്രോട്ടോയുടെ തൊട്ടിപ്പുറത്ത് അവിടെ ബെഞ്ചുണ്ട്. അവിടെ ആൾക്കാരിന്ന് സൈലൻസ് ആയിട്ടൊന്ന് കൊന്ത ചൊല്ലുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രായഭേദം തന്നെ അവിടെ നമുക്ക് നല്ലൊരു, ഞാൻ പറഞ്ഞല്ലോ, ഇത് ചുറ്റിനും ലൂർദ് പള്ളിയുടെ ചുറ്റിനും ഒരു പ്രാർത്ഥനാന്തരീക്ഷമാണ്. അധികം ഒച്ച സൈലൻസ് ആയിട്ട് ആൾക്കാർ മൂവ് ചെയ്തിട്ടിരിക്കുന്നു. ഓക്കെ, പലരും ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നതിനെ പോലെ തന്നെ ഉണ്ട്. ഇത് ഓപ്പോസിറ്റ് സൈഡാണ്. വീട്ടിൽ നിന്ന് റിലാക്സ് ചെയ്തുകൊണ്ട് കൊന്ത ചെല്ലുന്നവരുണ്ട്,
സൈലൻറ്റ് പ്രെയർ മെഡിറ്റേഷൻ ചെയ്തത്. ഇവിടെ ബെർണഡിത്തയുടെ ഒരു സ്റ്റാച്ചു ഉണ്ട്. അതായത് അമ്മയെ പരിശുദ്ധ മാതാവിനെ നോക്കിക്കൊണ്ട് മുട്ടിൽ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു സ്റ്റാച്ചു, നേരെ ഡിറക്ഷൻ ടു ലൂർദ് മാതാവിനെ നോക്കി നിൽക്കുന്ന ഒരു മനോഹരമായ ഒരു സ്റ്റാച്ചു ഉണ്ട് ഇവിടെ. ഇതുപോലെ തന്നെ ആൾക്കാരും ഈ സ്ഥലത്ത് ഈ ഓപ്പോസിറ്റ് സൈഡിൽ ആ ബെർണഡിത്തയുടെ സ്റ്റാച്ചുവിന് അടുത്ത് തന്നെ നിറയെ ബെഞ്ചുകളുണ്ട് അവിടെ. ആ ബെഞ്ചുകൾ എല്ലാവരും ഇങ്ങനെ ഇരുന്നുകൊണ്ട് കൊന്തില്ലുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇത് ബെർണഡിത്തയുടെ പേരിലുള്ള 2 വലിയ മനോഹരമായ പള്ളികളാണ്. ഇത് ഓപ്പണാണ്, ജസ്റ്റ് കയറി കാണാൻ പറ്റും. നല്ല ഒരു മോഡേൺ ആർക്കിടെക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന 2 പള്ളികളാണ്. വളരെ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ തൊട്ടിപ്പുറത്ത് വേറെ പള്ളികൾ, 2 പള്ളികൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. ഇതുപോലെ തന്നെ തൊട്ടങ്ങോട്ട് മാറി, അത് വീഡിയോയിൽ കാണുന്നില്ല, ഞാൻ എടുക്കാൻ മറന്നു തോന്നുന്നു, ഒരു അടിപൊളി ബിൽഡിംഗ് ഉണ്ട്. അത് രോഗികൾക്ക് വേണ്ടിയുള്ളതാണ്. നമുക്ക് അവിടെ ഒന്ന് താമസിക്കാം, പേയ്മെൻറ്റ് കൊടുക്കണം. ഇത് ആ പള്ളിയാണ്, ബെർണഡിത്തിൻ്റെ പേരിലുള്ള പള്ളികളാണ്, 2 പള്ളികളാണത്. അപ്പുറത്തോട്ട് മാറി നമ്മുടെ നമ്മുടെ സെയിൻ്റാണ് ജോൺ പോൾ സെക്കൻഡ് അവസാന സമയത്തൊക്കെ അവിടെ വന്ന് താമസിച്ചിരുന്നു. അപ്പോൾ പാർക്കിൻസൺസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ അച്ഛൻ പോയി കാണുമായിരുന്നു. പക്ഷേ അവസാന സമയത്ത് അദ്ദേഹത്തിന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് താമസം എന്ന് പറയുന്നത്. ഞാൻ നടന്നിങ്ങനെ വരുമ്പോൾ ഇവിടെ നിറച്ച് പാലമുണ്ട്. ഇങ്ങോട്ട് നല്ല മനോഹരമായ പാലങ്ങളിൽ അപ്പുറത്ത് ഞാൻ ഈ വഴി അങ്ങോട്ട് തിരിച്ചങ്ങോട്ട് പോയി. ഇന്നലേക്ക് ഞാൻ അപ്പുറത്ത് വന്നായിരുന്നു. ഇന്ന് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പോയില്ല, കാരണം വേറെ പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ ജസ്റ്റ് ഇവിടെ വന്ന് വീഡിയോ ഒക്കെ ജസ്റ്റ് എടുത്ത് നല്ല സൂപ്പർ. ഈ മരങ്ങളെല്ലാം കളർ മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ പച്ചയാണല്ലോ, ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു റെഡിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം സൂപ്പറായിട്ട് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. കത്തീഡ്രലിൻ്റെ അവിടെയുള്ള ഒരു മനോഹരമായൊരു രാത്രി നല്ല ബ്രൈറ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ ടോപ്പിൽ ക്രിപ്റ്റിൻ്റെ മുകളിലുള്ള പള്ളിയാണ്. ക്രിപ്റ്റ് കണ്ണിന് നേരെ കാണുന്ന ക്രിപ്റ്റ് മുകളിൽ പള്ളിയാണ്. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. നമ്മുടെ ലൂർദ് മാതാവിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. പള്ളിയുടെ ഫ്രണ്ടിലുള്ള എപ്പോഴും ജനങ്ങളാണ് ഇവിടെ. നല്ല കാറ്റുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ആൾക്കാരിങ്ങനെ വന്നു പോകുന്നപ്പോൾ മുകളിൽ നല്ല മനോഹരമായ കാഴ്ച. നേരത്തെ ആ വഴിയാണ് നടന്നു വന്നത് ഞാൻ. അപ്പോൾ നമ്മൾ കണ്ട വീഡിയോസ് അവിടെ കാണുന്നതാണ് ബെർണഡിത്ത സ്റ്റാച്ചു. നമ്മളിപ്പോൾ നടന്നു വന്ന വഴിയാണ് കാണുന്നത്. ജസ്റ്റ് ഇപ്പുറത്ത് നിന്ന് മുകളിൽ നിന്നുള്ള വ്യൂ. ഇവിടെ ആൾക്കാർ ആ ബെഞ്ചിൽ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ ഇരിക്കും. ഇന്നിപ്പോൾ തിങ്കളാഴ്ച, ഞായറാഴ്ച, ശനി ഞായർ നല്ല ജനുവരി. ശനി ഞായർ അവിടെ ഇരിക്കാൻ പോലും പറ്റില്ല. അവിടെ നമ്മളെ കൂടാരം കണ്ടതാണ്. ഫ്രണ്ട്സ്, ചെറിയൊരു വീഡിയോ ആണ്, ഇഷ്ടപ്പെടും വിചാരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.